സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചതിൽ സന്തോഷമുണ്ടെന്ന് നിപ്പയെ തുടർന്ന് ബോധാവസ്ഥയിലായ ടിറ്റോ തോമസിന്റെ കുടുംബം. കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയും കുടുംബം പങ്കുവച്ചു. നിപ്പ എൻസെഫലൈറ്റിസ് ബാധിച്ചതിനെ തുടർന്ന് കോഴിക്കോട്ടെ ആശുപത്രിയിലാണ് ആരോഗ്യ പ്രവർത്തകനായ ടിറ്റോ തോമസ്. പരിചരിച്ച രോഗിയിൽ നിന്ന് നിപ പകർന്നു. കഴിഞ്ഞ 20 മാസവും 5 ദിവസവുമായി അബോധാവസ്ഥയിലാണ് ടിറ്റോ തോമസ്. ഇതേ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലായിരുന്നു ടിറ്റോ അന്ന് ജോലി ചെയ്തത്. നൽകാവുന്ന ഏറ്റവും നല്ല ചികിത്സ ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇവന്റെ ശബ്ദമൊന്നു കേൾക്കാൻ പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്നു. തുടർ ചികിത്സയ്ക്കായി മറ്റെവിടെയെങ്കിലും മാറ്റണമെന്നാണ് കുടുംബം ആഗ്രഹിക്കുന്നത്. സർക്കാരിന്റെ ധനസഹായമായ 17 ലക്ഷം രൂപ അതിന് തുണയാകുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. ഡിസംബർ 8-12-2023 3 മണിക്ക് ഞങ്ങളോട് മിണ്ടി 4 മണിക്ക് ഇവൻ്റെ കോമസ്ഥിതി പോയ കുഞ്ഞ് ഇന്ന് 2025 ആയി. ഇന്ന് വരെ അവൻ അപ്പാന്ന് അമ്മയെന്നത് വിളി വിളിച്ചിട്ടില്ല. നമുക്കൊരു നല്ല ചികിത്സ കിട്ടുമെന്നായെങ്കിൽ അതിന് പണം വേണം. അന്നേരം നമുക്ക് അത് ഉപയോഗിക്കാം. എങ്കിൽ സർക്കാർ നമുക്കത് അത്രയും തന്നത് ഞങ്ങളുടെ ഒരു മനസ്സിലും മാതാപിതാവും ഒരു സഹോദരൻ എന്നുള്ള ഇതിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. മംഗലാപുരം സ്വദേശിയാണ് ടിറ്റോ. 2023 ഏപ്രിൽ 23-നാണ് സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി എത്തുന്നത്. മകന്റെ കാര്യങ്ങൾ നോക്കി അച്ഛനും അമ്മയും കഴിഞ്ഞ 20 മാസമായി ആശുപത്രിയിൽ തന്നെയുണ്ട്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.